ഗോമതി, ഗോമതി, വേഗം പോയി വാതിൽ തുറന്നേ. അതെ, ഇറങ്ങാൻ വരട്ടെ, ഒരു മിനിറ്റ്. ഇറങ്ങി വാ മോളെ. വാ മോളെ, വാടാ. കേറി വാ മക്കളെ. മുമ്പൊരിക്കലും ഞാൻ നിന്നെ വിളക്ക് വെച്ച് കയറ്റിയതാ. അന്നത്തെ പോലെ അല്ലല്ലോ. ഇതിപ്പോ ഒഴിവാക്കാൻ പറ്റാത്തൊരു ചടങ്ങല്ലേ. കേറി വരൂ, വലതുകാല് വെച്ച് കേറി വരൂ. കേറി വാ മോളെ. ഇവിടെ ഇരിക്കൂ, ഇരിക്കൂ. മാലയൊക്കെ ഇങ്ങ് തരൂ. ആമി മോളെ, അതിങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. ആദ്യം പാല് പങ്കിട്ട് കുടിക്കൂ. എടുത്തു കൊടുക്കും മോളെ. കുടിക്കടാ, എന്നിട്ട് ബാക്കി മോൾക്ക് കൊടുക്കൂ. വാങ്ങിക്കും മോളെ. കഴിക്കും മോളെ.
ഇന്നു മുതൽ ജീവിതം മുഴുവൻ നിങ്ങൾ ഇതുപോലെ പങ്കിട്ട് വേണം ജീവിക്കാൻ. പഴം കൊടുക്കുമോളെ. ഇതും പാതി പാതി. കഴിക്കുമോളെ. ഇനിയേ എല്ലാരും വേഗം അടുക്കളയിലേക്ക് കയറി ഉഷാറാക്കണം. കല്യാണ സദ്യയൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. വേണ്ട വേണ്ട, മോളൊന്നും ചെയ്യണ്ട. സമയമാകുമ്പോ വിളിക്കാം. കൈ കഴുകി രണ്ടുപേരും അങ്ങോട്ട് വന്നാ മതി. അതുവരെ ഇവിടെ വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കേ. വാ ആമി. ആ, നിങ്ങളിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടോ? ഏട്ടന്റെ പിള്ളേരെ. ഓ, ഈ അമ്മയുടെ ഒരു തിരക്ക് കണ്ടില്ലേ? രാത്രിയാകാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. നീ പോടി അവിടുന്ന്. ഈ പണി അങ്ങ് തീർത്തു വെച്ചാ അത്രയായില്ലേ? ദേ, അടുക്കളയിലൊന്നും ആയിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ചുമ്മാ ഒന്ന് നിന്ന് തന്നാ മതി. ഈ പറച്ചിലല്ലാതെ പ്രവൃത്തിയിലൊന്നുമില്ല. ദേ, മോളിത് കേട്ടില്ലേ? നാക്കെടുത്ത കണ്ണിച്ചോലില്ലാത്ത വർത്തമാനമേ ഈ അമ്മ പറയത്തുള്ളൂ. അത് ചേച്ചിയോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടല്ലേ? അയ്യോ, പിന്നെ എനിക്ക് അത്രയ്ക്കുള്ള സ്നേഹമൊന്നും വേണ്ട. ഇവിടെ ഒന്ന് പുനരിക്കാതെ അടുപ്പിലിരിക്കുന്ന അവിയൽ പോയി നോക്കണേ. അയ്യോ, എന്റെ അവിയല്. അവിടെ അവിയല്. ഇങ്ങനെയൊരു കള്ള മടുക്കൂസ്. പാടാ, വലിയ പാടാ ഇനി അവളെ പൊക്കാൻ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഫുൾ ടൈം ബോഡി ഗാർഡായി മണപ്പിച്ച് അവൻ കൂടെ തന്നെ ഉണ്ടാവും. ഈ പറയുന്ന അവൻ പണ്ടും ഉണ്ടായിരുന്നല്ലോ. അവന്റെ കൈ നല്ലയോ നമ്മൾ അവളെ പുഷ്പം പോലെ പൊക്കിയത്. അത് പണ്ട്. അന്ന് അവൻ വെറും അവശകാമകൻ. ഇപ്പൊ അവന്റെ ഗ്രേഡ് കൂടി, പ്രമോഷൻ കിട്ടി. ഭർത്താവ്, ഹസ്ബൻഡ്, ഭർത്താവ്. പിന്നെ ഭർത്താവായ നമുക്ക് എന്നാ ചായ? ഇത് കണ്ടാ തോന്നും നമ്മളിതുവരെ പൊക്കിയത് മുഴുവൻ ഭർത്താവില്ലാത്തവളമാരെയാണെന്ന്. എന്റെ നമ്പിടി, താനൊന്ന് അടങ്ങ്. അവൾക്ക് നമ്മുടെ കയ്യിലെത്താൻ യോഗം ഉണ്ടെങ്കിൽ കർത്താവ് തമ്പുരാൻ അവളെ എത്തിച്ചിരിക്കും. ഇയാൾ ഇങ്ങനെ ഇവിടെ നീസാരം പറഞ്ഞോണ്ടിരുന്നോ? കുളിയില് എന്നെ കിട്ടിയല്ല ഈ തണുപ്പം പരിപാടിക്ക്. അതെ, കുത്തുകൊണ്ടത് എനിക്കാ. ബാത്റൂമിൽ നേരെ ചൊവ്വയിരുന്ന് ഒന്ന് സുഖിച്ച് കാര്യം കഴിഞ്ഞ കാലം ഞാൻ മറന്ന്. ദേ ഇരിക്കുമ്പോ ദേ പള്ളക്ക് തൃശ്ശൂർ പൂരാ. അവളെ തിരിച്ചു കൊണ്ടുവന്ന് പള്ളക്ക് 2 കുത്തു കൊടുത്ത് പകരം വീട്ടാതെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല ചായ. എടോ, താൻ എന്നാ വേണേലും ചെയ്യും, കൂടെ ഞാൻ സഹായിക്കാം. പക്ഷെ തൽക്കാലം ഒന്ന് ഒതുങ്ങാനേ പറഞ്ഞുള്ളൂ. ആദ്യം നമ്മളൊന്ന് സേഫ് ആവട്ടെ. എടോ, എടുത്തു ചാടി നമ്മളിപ്പോ വല്ലതും ചെയ്ത് അത് വിഷയവും. ആ ദത്തൻ നമ്മുടെ പുറകെ തന്നെയുണ്ട്. അവനെ സൂക്ഷിക്കണം. അവനെ കൊല്ലുമെന്ന് മറ്റൊന്ന് സ്റ്റൈലായിട്ട് വിരോധം അടിക്കുന്ന കേട്ടല്ല. എന്നിട്ട് എന്തായി? വീരവാദമൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞാൽ ലൂയിസ് അച്ചായൻ കൊന്നിരിക്കും. അച്ചായന്മാരൊന്നും വെറും വാക്ക് പറയാറില്ല. ഓ, എങ്കിൽ പിന്നെ കൊല്ല് അച്ചായ. നമ്പിടി, വരട്ടെ. പിന്നെയും വരട്ടെ വരട്ടെ. അതെ, നിങ്ങൾക്ക് വരുമ്പോഴേക്കും ലോകാവസാനം ഇങ്ങോട്ട് വരും. അതെ, ഈ ലോകം എവിടേക്കും പോകുന്നുമില്ല, അവസാനിക്കാനും പോകുന്നില്ല. അവസാനിക്കാൻ പോകുന്നതേ അവനാ. ഉമാദത്തൻ, SP ഉമാദത്തൻ IPS.
എന്നതാ? ദേ ഈ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം അങ്ങ് അവസാനിപ്പിച്ചേക്കണം. ഒരുപാട് തവണ ഞാനിത് പറഞ്ഞു. ദേ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അറിയാലോ, മുതലാളി അറിഞ്ഞാൽ കൊന്നുകളയും നിങ്ങളെ. ചത്താലും കുഴപ്പമില്ല. ഒളിഞ്ഞു നിന്ന് കേട്ടോണ്ടല്ലേ ഇത്രയും വലിയ സന്തോഷ വാർത്ത ഞാൻ അറിഞ്ഞത്. എന്തു ഏട്ടത്തി? ആ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഏത് പിള്ളേരുടെ? ആ ആദിയുടെയും പൂജയുടെയും. നേരാണോ ഏട്ടത്തി? അതേന്നേ, മുതലാളിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതല്ലേ. ഏതായാലും നന്നായി. ആ മോക്കൊരു ജീവിതമായല്ലോ. ഒരുപാട് കാലത്തെ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മോളെ എനിക്ക് നന്നായിട്ടറിയാം. പാവമാണെന്നേ, ഒരു പഞ്ചപാവം. ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടം കൊണ്ടൊരു അബദ്ധം പറ്റിയെന്നേ ഉള്ളൂ. ഏതായാലും എല്ലാം നന്നായല്ലോ, മനസ്സമാധാനമായി. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഏട്ടത്തി ഒളിഞ്ഞു നിന്ന് കേട്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. അല്ല, എനിക്കും ഈ സന്തോഷ വാർത്ത അറിയാൻ പറ്റിയല്ലോ. പൂജ, താൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? തന്നെ ഈ കുരുക്കിക്കൊണ്ട് ചാടിച്ച ഞാനല്ലേ. വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ, തന്റെ ഗതികേട് കൊണ്ടല്ലേ. സാരല്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഈ കല്യാണം കൊണ്ട് ചെറിയൊരു ഗുണമുണ്ട്. എന്ത്? ഇനി ഇങ്ങനെ പെട്ടെന്നൊന്നും പുറത്തുനിന്ന് ഒരാളുടെ കണ്ണ് വന്ന് പെടില്ലല്ലോ. ഈ താലി എനിക്കൊരു രക്ഷാകവചം തന്നെയാ. എനിക്കെന്നല്ല, ഈ ഭൂമിയില് ഏതൊരു പെണ്ണിനും താലി ഒരു തണല. ഇനി ആരെങ്കിലും അവകാശികൾ വന്നാ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ, ഞാൻ ആദിയുടെ ഭാര്യയാണെന്ന്. എന്താ, ഞാൻ അങ്ങനെ പറയുന്നതില് തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, തനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തമ്മിൽ ആദ്യം കണ്ട ദിവസം? അതിന് ഞാൻ മറന്നിട്ട് വേണ്ടേ? അന്ന് ആ കോഫി ഷോപ്പിൽ വെച്ചല്ലേ? ഹലോ, എന്തായി ആലോചിക്കുന്നെ? ഓർമ്മയില്ലല്ലേ? ഞാൻ പറയാം. കോളേജ് ബസ്സിൽ വെച്ച് ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ദിവസം താനെന്നൊരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഇതുപോലെ പുതുമണവാളനായിട്ടാ വന്നത്. അത് പോട്ടെ, താൻ എന്നോട് ആദ്യമായിട്ട് പ്രണയം പറഞ്ഞത് എന്നാന്ന് ഓർമ്മയുണ്ടോ? മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ പൂജ. പക്ഷേ നീ അതറിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിനോട് മാത്രമാണല്ലോ. ഈശ്വരാ, അതും മറന്നോ? ഈ ആദ്യയുടെ ഒരു കാര്യം. എടോ, നമ്മള് ഫസ്റ്റ് ഇയറിൽ ടൂറ് പോയ ദിവസം ഇയാൾ അധികം വൈകാതെ മറവിക്ക് വല്ല മരുന്നും കഴിക്കേണ്ടി വരും കേട്ടോ. അന്ന് തന്നോട് ഞാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ തന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുക. അപ്പോ ഇപ്പൊ തനിക്ക് എന്നെ ഇഷ്ടമാണല്ലേ? പക്ഷെ അതെ ഷാനു, ഷാനുവിനെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഒരുപാട് കാലമൊന്നും ഇല്ലെങ്കിലും 1000 ജന്മത്തെ സ്നേഹം ഷാനു എനിക്ക് തന്നിട്ടുണ്ട്.
ഹലോ, ഞാനാ ഫാത്തിമ. എന്താ? അത് ശരി, ഇത്ര വേഗം കളക്ടർ എല്ലാം മറന്നുപോയോ? ഞാൻ വിളിച്ചത് നമ്മുടെ കാര്യങ്ങൾ എന്തായിന്ന് അറിയാനാ. ദേവി, ഇത് നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. നിങ്ങളല്ലേ എന്നെ ശല്യം ചെയ്യുന്നത്? നമ്മൾ സംസാരിച്ച കാര്യത്തിന് ഒരു തീരുമാനമായ ഞാൻ പിന്നെ ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യമൊന്നും നടപ്പുള്ളതല്ല. അപ്പൊ പിന്നെ നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങളൊരു അമ്മയല്ലേ? സ്വന്തം മകന്റെ ജീവൻ വെച്ച് ഇങ്ങനെ വിലപേശുന്നത് ശരിയാണോ? ജീവിക്കാൻ വേറെ മാർഗമില്ലെങ്കിൽ പിന്നെ വില പേശാതെ പറ്റില്ലല്ലോ. എന്റെ ജീവിത മാർഗമാ നിങ്ങളുടെ മകൾ ഇല്ലാതാക്കിയത്. അതിന് നഷ്ടപരിഹാരം തരാതെ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇനി നിങ്ങൾ എന്നെ വിളിച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാ എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും.